ബൽറാം, തുടർച്ചയായി ഈ അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന പാക് പ്രകോപനം, അതിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്? ഏത് സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇത് സംഭവങ്ങൾ നടക്കുന്നത്? ഒരു സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിൽ സംഘർഷഭരിതമാകുന്നുണ്ടോ അതിർത്തിയിലെ പുതിയ സംഭവവികാസങ്ങൾ? GK പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഇന്നേക്ക് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം രണ്ടിടങ്ങളിലും ഭരണകൂടങ്ങളും സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അകാരണമായുള്ള പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായി 4ാം തവണയും ഇന്ന് പുലർച്ചെയും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ സൈനികർ വെടി ഉതിർത്തിരുന്നു. പൂഞ്ചിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ന് ആക്രമണമുണ്ടായത്. സമാനമായ തരത്തിലുള്ള തിരിച്ചടി തന്നെ നൽകി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലെ ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് തക്കതായ സമാനമായ മറുപടി തന്നെ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് ഉന്നതതലത്തിൽ നിന്നും സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. അതേസമയം ഏത് തരത്തിലുള്ള ഒരു നീക്കം വേണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ലഭിച്ചാൽ അതെന്തിനും സജ്ജമാണ് എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ 5 ദിവസത്തെ തെരച്ചിലിനിടെ 4 തവണ ഭീകരരും സൈന്യവും തമ്മിൽ നോക്കിയാൽ കാണാവുന്ന ദൂരത്തിന് അടുത്തെത്തി എന്നാണ് ഈ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ തവണ ഈ ഭീകരരോട് തൊട്ടടുത്ത് എത്തിയത് ഹർപത്നർ വനമേഖലയിൽ വെച്ചായിരുന്നു. ഈ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ഈ ഹർപത്നർ ഗ്രാമം എന്നുള്ളത്. ഇതിനോടടുത്തുള്ള വനമേഖലയിൽ വെച്ച് സൈന്യം ഭീകരരെ കണ്ടെങ്കിലും ഭീകരർ ഉടൻ തന്നെ ഉൾക്കാട്ടിലേക്ക് വലിയുകയായിരുന്നു. തുടർന്ന് പിന്നീട് കുൽഗാമിലെ വനമേഖലയിൽ വെച്ച് കണ്ട സമയത്താണ് ഏറ്റുമുട്ടലുണ്ടായത്. അല്പസമയം മാത്രം നീണ്ട വെടിവെപ്പിനൊടുവിൽ ഭീകരർ വീണ്ടും ഉൾക്കാട്ടിലേക്ക് ഓടിമറിയുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നതിനിടെ 2 തവണ കൂടി ഈ ഭീകരർ നോക്കെത്തും ദൂരത്ത് എത്തി എന്നാണ് സുരക്ഷാ സേന അറിയിക്കുന്നത്. എന്നാൽ ഇടതൂർന്ന കാടുകളായതിനാൽ തന്നെ ഒരു ഏറ്റുമുട്ടൽ, അവരെ വെടിവെച്ചിടാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. തെരച്ചിലിനും ഇത് തന്നെയാണ് പ്രയാസമാകുന്നത്. ആകാശമാർഗമുള്ള നിരീക്ഷണം സാധ്യമല്ലാത്ത അത്രത്തോളം ഇടതൂർന്ന കാടുകളിലാണ് ഭീകരർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് തൊട്ടു പിന്നാലെ തന്നെ സൈന്യവും നീങ്ങുന്നു. എന്നാൽ ഭീകരരുടെ കൈവശമുള്ള ഭക്ഷണം തീർന്നുപോയി എന്ന തരത്തിലുള്ള സൂചനകൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വനമേഖലയോട് ചേർന്ന ഒരു വീട്ടിൽ നിന്നും രാത്രി ഭീകരർ ഭക്ഷണം മോഷ്ടിച്ചതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന അവിടെ എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ഭീകരർ അപ്പോഴേക്ക് അവിടെ നിന്നും നീങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെയുള്ള ഈ തെരച്ചിൽ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കാൻ കഴിയുക. നിലവിൽ ഭീകരർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശയോ ഇപ്പോഴുള്ള സ്ഥലം അടക്കമുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഈ ഭീകരരെ സൈന്യം പിടികൂടും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് സുരക്ഷാ സേന ഇതുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കുന്നത്. ഓപ്പറേഷൻ വളരെ വേഗം വിജയം കാണട്ടെ. ബൽറാം, പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടുന്നു. 4 ഇടങ്ങളിൽ വെച്ച് സൈന്യം ഭീകരരുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുന്ന ഇടങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി. തുടർച്ചയായ 4ാം ദിവസവും അതേസമയം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. നാവികസേനയ്ക്ക് കരുത്തേകാൻ റഫാൽ യുദ്ധവിമാന കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പുവെക്കാനിരിക്കുകയാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ജമ്മു കാശ്മീരിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നു എന്നുള്ളതാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്.